ഡിമോണ്ടി കോളനി 2 ഈ പടത്തിന്റെ ഫസ്റ്റ് പാർട്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു സിനിമയാണ്. അത്യാവശ്യം നന്നായിട്ട് പേടിപ്പിച്ചിട്ടുള്ള ഒരു പടമായിരുന്നു അത്. ഞാൻ 2-ൽ കൂടുതൽ തവണ ആ പടം കണ്ടിട്ടുണ്ട് കേട്ടോ. ആ ഒരു പ്രതീക്ഷയോടെയാണ് സെക്കൻഡ് ഭാഗം കാണാൻ പോയത്. അജയ് ജ്ഞാനമുത്തു സംവിധാനം ചെയ്ത് അരുൾനിധി, പ്രിയ ഭവാനി ശങ്കർ തുടങ്ങിയവർ പ്രധാന വേഷത്തിൽ വന്ന ഡിമോണ്ടി കോളനി 2 എന്ന തമിഴ് ഹൊറർ ത്രില്ലർ സിനിമയെ കുറിച്ചാണ് ഇന്ന്. പ്രിയ ഭവാനി ശങ്കർ അവതരിപ്പിച്ച ഗബ്ബി എന്ന കഥാപാത്രത്തിന്റെ കഥ പറഞ്ഞുകൊണ്ടാണ് പടം ആരംഭിക്കുന്നത്. ഭർത്താവിന്റെ മരണത്തിന്റെ പിന്നിലെ ദുരൂഹത അന്വേഷിക്കുന്ന ഒരു ക്യാരക്ടർ. ഡിമോണ്ടി കോളനി ഫസ്റ്റ് പാർട്ടിലെ സംഭവങ്ങളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. തുടക്കമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് പോയത്. ചുമ്മാ ഒരു കഥ പറയാതെ ഫസ്റ്റ് പാർട്ടുമായിട്ട് ബ്രില്യന്റ് ആയിട്ട് ഗംഭീരമായിട്ട് കണക്ട് ചെയ്തതിന് ഡയറക്ടറിനെ അഭിനന്ദിക്കുക തന്നെ വേണം. ഫസ്റ്റ് പാർട്ടിന്റെ സെയിം ടൈം ലൈനിൽ പ്രിയ ഭവാനി ശങ്കറിന്റെ ക്യാരക്ടറും കഥയും ഒക്കെ നന്നായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ അരുൾനിധിയുടെ സ്റ്റോറി, ആ ഒരു റിച്ച് ബാക്ക്ഗ്രൗണ്ട് അതൊട്ടും കൺവിൻസിംഗ് ആയിട്ട് തോന്നിയുമില്ല. ഒന്നാം ഭാഗം വളരെ റൂട്ടഡ് ആയിരുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. നമുക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അഭ്യസ്ത വിദ്യരായിട്ടുള്ള കുറച്ച് ചെറുപ്പക്കാർ ചെയ്യുന്ന ഒരു സംഭവം, ഇപ്പൊ നമ്മുടെ രോമാഞ്ചം സിനിമയിലൊക്കെ ഉള്ളതുപോലെ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നത്. ഇത് വലിയ സ്കെയിലിലൊക്കെയാണ് സംഭവം പറഞ്ഞിട്ടുള്ളത്, പക്ഷേ നമുക്ക് ഒന്നും റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഫസ്റ്റ് പാർട്ടിൽ വളരെ ഓർഗാനിക് ആയിട്ട് നടന്ന സംഭവങ്ങൾ പോലെ ഇതില് സംഭവങ്ങൾ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ആദ്യ ഭാഗം ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു സീക്വലിന് പ്ലാനേ ഇല്ലായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഐഡിയ തോന്നി. അത്യാവശ്യം നന്നായിട്ട് തുടക്കം ആ ഒരു കഥയുമായിട്ട് കണക്ട് ഒക്കെ ചെയ്തിട്ട് പിന്നെ തട്ടിക്കൂട്ടി അവസാനിപ്പിച്ച് തേർഡ് പാർട്ടിലേക്ക് പോയ പോലെ ഒരു ഫീൽ ആയിരുന്നു. പെർഫോമൻസിൽ അരുൾനിധി ചെറിയ നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പ്രിയ ഭവാനി ശങ്കർ ആണ് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രത്തിൽ വരുന്നത്. തുടക്കത്തിൽ മോങ്കിന്റെ അടുത്ത് പോകുന്ന ഭാഗമൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്റർവെൽ ഒക്കെ കഴിഞ്ഞ് ഈ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നത് സ്ഥായി ഭാവമാക്കി വെച്ചിട്ടുമുണ്ട്. മോങ്കായിട്ട് വന്ന വേട്ടൈ മുത്തുകുമാർ കൺവിൻസിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. സർജാനോ ഖാലിദും കൊള്ളാം. സർജാനോയുടെ അച്ഛനായിട്ട് വന്ന അരുൾ പാണ്ഡ്യൻ എല്ലാ ഇമോഷൻസും ഒരേ ഭാവത്തിൽ തന്നെ അഭിനയിച്ചു വെച്ചിട്ടുമുണ്ട്. ഒരുപാട് ഗ്രാഫിക്സ് ഒക്കെ ഉള്ള ഒരു കഥയാണ്. പക്ഷെ പലയിടത്തും CGI ബോറായിരുന്നു എന്ന് തന്നെ പറയാം. സെക്കൻഡ് ഹാഫിൽ ഒരു സ്ഥലത്ത് ക്യാരക്ടേഴ്സും കഥയും ഒക്കെ പെട്ടു നിൽക്കുകയാണ്. നമ്മളും കൂടി പലതരത്തിൽ പേടിപ്പിക്കാൻ നോക്കുന്നുണ്ട്. വെള്ളം, മീന്, കാറ്റ്, വവ്വാല്, കണ്ണാടി, അങ്ങനെ നിറയെ ഐറ്റംസ് കൊണ്ടുവരാൻ നോക്കിയെങ്കിലും ഒന്നും വർക്കായിട്ടില്ല. നമുക്ക് പേടി തോന്നുകയില്ല. അവിടെ കഥ നന്നായിട്ട് ലാഗ് അടുപ്പിക്കുകയും ചെയ്തു. സാം CS വളരെ കഷ്ടപ്പെട്ട് BGM ഇട്ടിട്ട് നമ്മളെ പേടിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. സെക്കൻഡ് ഹാഫിൽ ഹൊറർ സീൻസ്, സൗണ്ട് ഡിസൈന്, BGM എല്ലാം കുറച്ച് ഓവറായിരുന്നു. തേർഡ് പാർട്ടിലേക്കുള്ള ആ ഒരു ലീഡ് കൊള്ളാമായിരുന്നു. ആകെ മൊത്തം ടോട്ടലിൽ നല്ല ഒരു അറ്റംപ്റ്റ് ആയിരുന്നു, നല്ല ഐഡിയ ആയിരുന്നു. പക്ഷെ എക്സിക്യൂട്ട് ചെയ്ത രീതി, ഗ്രാഫിക്സ് ഇതൊക്കെ വർക്ക് ആകാതെ പോയി. ഫസ്റ്റ് ഹാഫിലെ പോലെ സ്ലോ ബേണിംഗ് ആയിട്ട് തുടങ്ങി പതിയെ നമ്മളെ ഭയത്തിന്റെ പീക്കിലേക്ക് എത്തിക്കുന്ന ആ ഒരു രീതി, ആ ഒരു മാജിക്ക് ഇതിൽ വന്നില്ല. ഇത് പല ഐറ്റംസ് ഇട്ട് മൊത്തത്തിൽ നമ്മളെ പേടിപ്പിക്കാൻ നോക്കിയിട്ട് പാളിപ്പോയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബട്ട് എന്റെ അഭിപ്രായം ആയിരിക്കണമെന്നില്ല. നിങ്ങൾക്ക് ഈ പടം ഗംഭീരമായിട്ട് തന്നെ തോന്നാം. നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുമല്ലോ. അപ്പൊ ശരി എന്നാ.